എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ കർത്താവിൻ്റെ കൈകളിൽ സമർപ്പിക്കുന്നു. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും നൂറുകണക്കിന് വിഷയത്തിലൂടെ പോകുന്നവരാണെന്നാൽ അവരെ സഹായിക്കാൻ കർത്താവ് സഭയാക്കിയിരിക്കുന്നു. സഭയിലൂടെ എല്ലാറ്റിനെയും എല്ലാം നിറക്കുന്ന നിറവായ സഭ എന്നാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ സഭയിലൂടെ എല്ലാ വിഷയത്തിനും ഒരു പരിഹാരമുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിച്ചു പോകില്ല. അതുകൊണ്ട് ഒടുവിൽ കർത്താവിലും കർത്താവിൻ്റെ ആത്മീയ ബലത്തിലും ഓരോ വ്യക്തികളും ശക്തിപ്പെടണം. ഒരിക്കലൊരു പുലി ഒരു കലത്തിനകത്ത് തലയിട്ടു. നാട്ടിൽ വന്നപ്പോൾ കാട്ടിൽ നിന്ന് നാട്ടിൽ എരതേടി വന്നതാണ്. ഒരു വലിയ കലത്തിൽ തലയിട്ടു. തലയെടുക്കാൻ മേല. പിറ്റേ ദിവസം പകലിൽ ഈ പുലി ഒന്നും കാണാൻ കഴിയാതെ തലയിലെ കലവുമായിട്ട് നടക്കുകയാണ്. ആ നാട്ടുകാർക്ക് മുഴുവനും പുലിയെ സഹായിക്കണമെന്നുണ്ട്. എന്നാൽ സഹായിക്കാൻ അടുത്തു വരുന്ന വ്യക്തികളുടെ നേരെ പുലി ചീറി അടുക്കുകയാണ്. ഇതുപോലെയാണ് പലപ്പോഴും പലരും സഹായിക്കണമെന്നുണ്ട്. പലർക്ക് രക്ഷയുടെ സാധ്യതയുണ്ട്. എന്നാൽ ആ സാധ്യതകളെ മുഴുവനും തെറ്റായി വ്യാഖ്യാനിച്ച് അതിനെയെല്ലാം ഇല്ലാതെയാക്കുന്ന ഒരു പ്രവണത അത് നമ്മുടെ ഒരു മനുഷ്യ സ്വഭാവത്തിലും കിടപ്പുണ്ട്. നമ്മെ സഹായിക്കാൻ വരുന്നവരെ തല്ലി ഓടിക്കുക. വാസ്തവത്തിൽ സുവിശേഷം പറയുവാൻ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നാൽ, ദൈവവചനം പറയുവാൻ പുതിയൊരു കുടുംബത്തിലേക്ക് ഒരാൾ കടന്നു ചെന്നാൽ ആ വ്യക്തിയെ ആക്രമിച്ച് ആട്ടി ഓടിക്കുക. യേശു പറഞ്ഞു, നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ, നിങ്ങളൊരു നാട്ടിൽ ചെല്ലുമ്പോൾ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിയിട്ട് നിങ്ങൾ അവിടുന്ന് പൊയ്ക്കോളാൻ. ന്യായവിധി ദിവസത്തിൽ സോതോമിനേക്കാൾ ഗൊമോറയേക്കാൾ അവർക്ക് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാകുമെന്ന്. ചാൻസ് കൊടുക്കുകയാണ്. രക്ഷിക്കാനുള്ള ചാൻസ് തട്ടിക്കളയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ മുൻപിൽ വരുന്ന വലിയ അനുഗ്രഹമാണ് ഒരു വ്യക്തി സുവിശേഷവുമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വരുന്നത്. ആ അനുഗ്രഹത്തെ നിങ്ങൾ തല്ലിക്കെടുത്തരുത്. ദൈവം അയച്ചിട്ട് വരുന്നവരെ ദൈവം അയച്ചിട്ടാണ് എന്ന് കൈക്കൊള്ളുവാൻ ഉള്ള ഒരു ഹൃദയം നമ്മൾ പ്രാപിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ഒരുവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും പ്രതിഫലമുണ്ടെന്ന് കർത്താവ് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഒരു പ്രവാചകനെന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊണ്ടാൽ പ്രവാചകന്റെ പ്രതിഫലം, ഈ എളിയവരിൽ ഒരുത്തനെ കൈക്കൊണ്ടാൽ അവർക്ക് അതിൻ്റെ പ്രതിഫലം. അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നാൽ ആ വ്യക്തിക്ക് കൊടുക്കുന്ന മാന്യത ദൈവത്തിന് കൊടുക്കുന്ന മാന്യതയ്ക്ക് തുല്യമാണെന്ന്. അതുകൊണ്ട് സുവിശേഷവുമായിട്ട് ദൈവവചനവുമായിട്ട് വരുന്നവരെ ബഹുമാനിക്കുക. അവർ പറയുന്ന വചനങ്ങളെ ദൈവത്തിൻ്റെ വാക്കായിട്ട് സ്വീകരിക്കുക എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ചാൻസുകളെ, നിങ്ങൾക്ക് കിട്ടുന്ന സ്വർഗീയ ചാൻസുകളെ തല്ലിക്കെടുത്തി കളയരുത്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് റോമലേഖനം 9-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരാം. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. പൗലോസ് പറയുകയാണ്, ജഡപ്രകാരമുള്ള എൻ്റെ ബന്ധങ്ങൾ ഇസ്രായേൽ, അവർക്ക് വേണ്ടി അവരെ സ്നേഹിക്കേണ്ടതിനും അവരോടുള്ള ആത്മാർത്ഥത നിമിത്തം വേണമെങ്കിൽ ഞാൻ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകാമായിരുന്നു. എനിക്ക് അത്രയും അവരെ ഇഷ്ടമാണെന്ന്. ഇസ്രായേലിനെ ഞാൻ അത്രയും സ്നേഹിക്കുന്നു. അവർ ദൈവത്തിൻ്റെ പ്രത്യേകം സ്വത്താണ്. അപ്പോൾ എൻ്റെ ജീവിതം പോലും മുഴുവനും ഇസ്രായേലിന് കൊടുക്കാൻ എനിക്ക് മനസ്സാണ്. എന്നാൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി കൊടുത്തതാണ്.
എന്നാൽ എൻ്റെ ജീവിതം ഞാൻ ഇസ്രായേലിന് വേണ്ടി കൊടുത്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അങ്ങനെ ചെയ്ത് ശാപഗ്രസ്തനാകാമായിരുന്നു. അതുകൊണ്ട് എന്നാ പ്രയോജനം? അടുത്ത വാക്യം, 4-ാം വാക്യം, അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളത്. എല്ലാം ഇസ്രായേലിനുള്ളതാണ്. ഏകനായ അബ്രഹാമിനെ വിളിച്ച് 100-ാമത്തെ വയസ്സിൽ തലമുറയെ കൊടുത്ത്, ഇസഹാക്ക് യാക്കോബ് എന്ന പിതാക്കന്മാരെ കൂട്ടിച്ചേർത്ത്, ജോസഫിലൂടെ മിസ്രൈമിൽ ഒരു വർധനവ് കൊടുത്തു, മോശയിലൂടെ ഒരു മടങ്ങിവരവ് കൊടുത്തു, യോശുവയിലൂടെ അത് യഥാസ്ഥാനപ്പെടുത്തി, ദാവീദിലൂടെ ഒരു പുതിയ ഭരണ സംവിധാനമുണ്ടാക്കി. ഇങ്ങനെ ഇസ്രായേലിനെ ഉയർത്താൻ ദൈവം ചെയ്ത കാര്യങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അവർക്ക് വാഗ്ദത്തം കൊടുത്തു, നിയമം കൊടുത്തു, പിന്മാറിപ്പോയിട്ട് മടങ്ങി വരാനുള്ള ചാൻസ് കൊടുത്തു, മശിഹായെ കൊടുക്കാമെന്നുള്ള വാഗ്ദത്തം കൊടുത്തു, മശിഹായെ അവരുടെ അടുക്കിലേക്ക് തന്നെ അയച്ചു, മശിഹായെ അവർ തള്ളിക്കളഞ്ഞു. താഴോട്ട് വായിക്കുമ്പോൾ പിതാക്കന്മാരും അവർക്കുള്ളത് തന്നെ, 5-ാം വാക്യം, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ എല്ലാം ലഭിച്ചവരാണ് ഇസ്രായേൽ. എല്ലാം ലഭിച്ചിട്ടും അനുഗ്രഹിക്കപ്പെട്ടില്ല. ആത്മീകമായി അവർ അനുഗ്രഹിക്കപ്പെട്ടില്ല. ദൈവമായിട്ട് അവരടുത്തില്ല. എല്ലാം ലഭിച്ചു എന്ന് കരുതി അനുഗ്രഹിക്കപ്പെടണമെന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇസ്രായേല്യർ. പൗലോസ് എടുത്തു പറയുകയാണ്, അവരെൻ്റെ ജഡപ്രകാരമുള്ള സഹോദരന്മാർ. അവർക്ക് വേണ്ടി വേണമെങ്കിൽ യേശുവിനെ വേണ്ടെന്ന് വെച്ചിട്ട് അവരുടെ കൂടെ നിൽക്കാമായിരുന്നു. എന്തായാലും എന്ത് പ്രയോജനം? എന്തെല്ലാം ചെയ്താലും ഞാൻ അവരുടെ കൂടെ നിന്നതുകൊണ്ട് അവർക്ക് വല്ല ഗുണമുണ്ടോ? അവർക്ക് എന്തെല്ലാം അനുഗ്രഹം ഉണ്ടായി, എന്നിട്ടും ഈ അനുഗ്രഹങ്ങളൊന്നും അവരെടുത്തില്ല. എന്തു വന്നാലും അവർ തള്ളിക്കളയുക. അവരുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന എല്ലാ നന്മകളെയും തട്ടിയെറിയുക. തല കലത്തിനകത്തകപ്പെട്ട പുലി പോലെയാണ് വാസ്തവത്തിൽ ഇസ്രായേൽ. സഹായിക്കാൻ ചെല്ലുന്നവരെയെല്ലാം ഓടിക്കും. അതുകൊണ്ട് യേശു പറഞ്ഞത്, യെരൂശലേമേ യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ കാക്കും പോലെ കാക്കുവാൻ എനിക്ക് പലവട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. പ്രവാചകന്മാരെ എല്ലാം നിങ്ങൾ കല്ലെറിഞ്ഞു കൊന്നു. ദൈവം അയച്ചവരെ ആരെയാണ് നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നത്? എല്ലാവരും ഉപദ്രവിച്ചു. യേശു പറഞ്ഞുകൊണ്ട് കരയുകയാണ്, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറയുവോളം നിങ്ങൾ എന്നെ കാണുകയില്ല. ഇതേ പ്രസ്താവനയുടെ ബാക്കി ഭാഗമാണ് പൗലോസ് ഇവിടെ എടുത്തു പറയുന്നത്. എന്തെല്ലാം ചാൻസാണ് ഇസ്രായേലിനുണ്ടായത്. അനുഗ്രഹിക്കപ്പെടാൻ ഇതുപോലെ ചാൻസ് ഉള്ള ഒരു ജനം, എന്നിട്ടും മറുതലിച്ച് നിൽക്കുന്നു. ഇന്നും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ വരുന്ന പലരും എല്ലാ അനുഗ്രഹങ്ങളും ഉള്ളവരാണ്. എന്നിട്ട് അനുഗ്രഹിക്കപ്പെടാതെ ദൈവസഭകളിൽ ഇതുപോലൊരു കൂട്ടർ നിൽപ്പുണ്ട്. വചനം വായിച്ചാൽ അനുഗ്രഹിക്കപ്പെടുമെന്നറിയാം, വായിക്കില്ല. പ്രാർത്ഥിച്ചാൽ ദൈവസാന്നിധ്യത്തിൽ വേർതിരിഞ്ഞിരുന്നാൽ മറുപടി കിട്ടുമെന്നറിയാം, ഇരിക്കില്ല. കൂട്ടായ്മയിലൂടെ അനുഗ്രഹമുണ്ടെന്നറിയാം, കൂട്ടായ്മകൾ മുടക്കും. എത്ര പ്രസംഗങ്ങൾ കേട്ടാലും അതിന് വില കൊടുക്കാതെ മറുതലിച്ച് നിൽക്കുന്ന ഒരു ജനറേഷൻ ദൈവസഭകൾക്കകത്തുണ്ട്. അവർക്ക് താല്പര്യം അതിനകത്തൊരു പ്രോഗ്രാമിൽ, ഒരു ഫങ്ഷൻ, അതിനകത്ത് ഒരു കമ്മിറ്റി, ഒരു സിസ്റ്റം, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ നിൽക്കുന്നതൊക്കെ അവർക്കൊരു സ്ഥാനം, താല്പര്യങ്ങളാണ്. എന്നാൽ അതിനകത്തുള്ള ഒരു അനുഗ്രഹത്തിലോട്ട് കയറാൻ പലർക്കും മനസ്സില്ല. 90% ജനങ്ങൾ ഇന്ന് ആത്മീക ഗോളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഇതൊരു വലിയ അപകടമാണ്. എന്നാൽ ഇതിനകത്തുനിന്ന് വ്യത്യസ്തമായി മാറിയിരുന്ന് ശമൂവേലിനെ പോലെ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന, വ്യത്യസ്തമായി ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയുന്ന ആൾക്കാരില്ലെന്നല്ല, അങ്ങനെയുള്ളവരുണ്ട്. നമ്മൾ പറയും, ഈ രാജ്യത്തുനിന്ന് പോയി കാനഡ, ഇംഗ്ലണ്ട്, യൂറോപ്പ് രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ളവരൊക്കെ പോയി അവരോട് സെറ്റിലായി അഹങ്കരിച്ച് പണക്കൊഴുപ്പിൽ ജീവിക്കുന്ന ആര് പറഞ്ഞു?
യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെല്ലണം, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ചെല്ലണം. കേരളത്തിലുള്ള മലയാളികളായ ദൈവമക്കളെക്കാൾ വിശുദ്ധിയോടെ, വേർപാടോടെ, ഭക്തിയോടെ നിൽക്കുന്ന പ്രായമുള്ളവരല്ല, ചെറുപ്പക്കാരുണ്ട്. ജോലി കളഞ്ഞ് കർത്താവിൻ്റെ വേല ചെയ്യുന്നവരുണ്ട്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പട്ടിണി കിടക്കുന്നവർ അവിടെയുണ്ട്. എന്താണ്? ഒരു വലിയ വാഗ്ദത്തം അവർ തിരിച്ചറിഞ്ഞു. അവരുടെ വിളി അവർ തിരിച്ചറിഞ്ഞു. അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞു. ഇന്നിത് കേൾക്കുമ്പോൾ ഓരോ വ്യക്തികളും അറിയണം, ഏത് രാജ്യത്ത് ജീവിച്ചാലും എവിടെ പാർത്താലും അവരവരെടുക്കുന്ന ഒരു തീരുമാനമാണ് അവരവരെ ശക്തരാക്കുന്നത്. കർത്താവിനോട് അടുക്കാൻ എവിടെയും കഴിയും. സാമ്പത്തികമായിട്ട് ഉയരാൻ എവിടെയും കഴിയും. ആത്മീകമായിട്ട് വളരാൻ പ്രത്യേകമായ ഒരു നാട്ടിൽ തന്നെ പോകണമെന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഒഴിവ് കഴിവ് പറയരുത്. എനിക്കും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ, ഓറൽ റോബർട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒക്കെ പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചുമ്മാതാ. അവിടെ പഠിച്ചവരെല്ലാം ഉയരങ്ങളിലെത്തിയോ? ഇല്ല. ഇതൊക്കെ ഒരു തീരുമാനമാണ്. രൂത്ത് തീരുമാനമെടുത്തതുപോലെ, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. മരണം കൊണ്ടല്ലാതെ നമ്മെ തമ്മിൽ വേർപിരിക്കാൻ കഴിയില്ല. ആ ഒരു ഉറപ്പിൻ്റെ വാക്ക്, ഉറച്ച തീരുമാനം. അവൾക്ക് മനസ്സിലായി, നവോമിയുടെ ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്. നവോമിയുടെ ദൈവം പ്രതീക്ഷകളുടെ ദൈവമാണ്. ഭർത്താവും 2 മക്കളും സമ്പത്തും സമയവും നഷ്ടപ്പെട്ടിട്ടും നഷ്ടപ്പെടാത്ത പ്രതീക്ഷയുള്ളവളാണ് നവോമി. പ്രതീക്ഷ, നവോമി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകളുള്ളവളാണ്. അതുകൊണ്ടാണ് ദൈവം ബേത്ലഹേമിനെ സന്ദർശിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ആ യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ അവൾ ബേത്ലഹേമിലേക്ക് തിരിച്ചുപോയി. ഒന്നുമില്ല, ചെന്നാൽ നിന്നയാണ്, എങ്കിലും അവൾ കണ്ണുനീരോടെ അവിടെ ചെന്നു. പ്രതീക്ഷ കൈവിടാത്ത ഒരു നവോമിയെ കാണാം. നവോമിയുടെ ഈ പ്രതീക്ഷയാണ് രൂത്തിനെ പിടിച്ചു കുലുക്കിയത്. അതുപോലെ തന്നെ ഓർപ്പ എന്ന മറ്റൊരു മരുമകൾ ഉണ്ടായിരുന്നു. അവളോട് പറഞ്ഞപ്പോൾ തന്നെ, നവോമി പറഞ്ഞപ്പോൾ തന്നെ അവൾ തിരിച്ചുപോയി. എന്നാൽ രൂത്ത് തിരിച്ചു പോയില്ല. രൂത്ത് ശ്രദ്ധിച്ചത് ഈ അമ്മയുടെ പ്രതീക്ഷയാണ്. പ്രതീക്ഷ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയവർ ഒരിക്കലും ലജ്ജിക്കില്ല. ദീർഘക്ഷമയോടെ കാത്തിരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവളായിരുന്നു നവോമി. പിന്നത്തേതിൽ രൂത്ത് ബോവസിൻ്റെ വയലിൽ കൃപയാലെത്തി. ഭാഗ്യവശാലെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അതൊരു കൃപയാണ്. ആയിരക്കണക്കിന് വയലുകളിൽ ബോവസിൻ്റെ വയലിൽ തന്നെ അവൾ എത്തി. ബോവസിൻ്റെ ഭാര്യയായി മാറി. ബോവസിൽ രൂത്തിനൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ അന്നത്തെ ജനം വിളിച്ചു പറഞ്ഞത്, നവോമിക്ക് ഒരു തലമുറ ജനിച്ചു എന്നാണ്. അതെ, നവോമിയുടെ നഷ്ടങ്ങൾ ലാഭമാക്കിയ ദൈവം, നവോമിക്ക് വീണ്ടും ഒരു ജീവിതം കൊടുത്ത ദൈവം, നവോമിയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുത്ത ദൈവം. ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, ഈ കർത്താവ് നമ്മെ കാത്തിരിക്കുകയാണ്. മുഴുവൻ വാഗ്ദത്തങ്ങളോടെ ഒരു ഉറച്ച തീരുമാനമെടുക്കാമോ? തീരുമാനങ്ങളാണ് നമ്മെ മാറ്റിമറിക്കാൻ പോകുന്നത്. ഇസ്രായേൽ സംഭവിച്ചത്, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തിയില്ലാതെ പോയി. അവർക്ക് വാഗ്ദത്തമുണ്ട്. അവിടെ വായിക്കുന്നു, ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളത്. എന്തു ഗുണം? ഒരു ഗുണവുമില്ല. ആ വാഗ്ദത്തങ്ങൾ ഒന്നുപോലും അവർ പിടിക്കുന്നില്ല, സ്വന്തമാക്കുന്നില്ല, യേശുവിനെ കൈക്കൊള്ളുന്നില്ല. അവർക്ക് കിട്ടിയ നന്മകളെയെല്ലാം തട്ടിത്തെറിപ്പിച്ച് അവർ എതിർത്ത് നിൽക്കുന്നവരാണ്. പൗലൂസ് പറയുകയാണ്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. കർത്താവിനെ അറിഞ്ഞ് അബ്രഹാമിൻ്റെ മക്കളെന്ന പദവിയിൽ നമ്മളും ഇസ്രായേല്യരെ പോലെ എത്തി. എന്നിട്ടും നമുക്ക് ലഭിച്ച വചനം, നമുക്ക് ലഭിച്ച പുതിയ നിയമം, നമുക്ക് ലഭിച്ച ക്രിസ്തുവിലൂടെയുള്ള അഭിഷേകം, വാഗ്ദത്തം, സ്വർഗീയ അനുഗ്രഹങ്ങൾ, ഇതൊന്നും അതിൻ്റെ വിലയറിയാതെ പ്രാപിക്കാതെ അലസരായി അതിനെ തട്ടിയെറിയുമ്പോൾ നമുക്ക് കിട്ടിയ ചാൻസിനെ നമ്മളും തട്ടിയെറിയുകയാണ്. എത്ര വലിയൊരു അപകടമാണ്. ഇസ്രായേലിനെ പറയുമ്പോൾ നമുക്കത് കേട്ടവരെ കുറ്റം പറയാനല്ല, അവർക്ക് തുല്യമായിട്ട് ഇന്ന് ദൈവസഭകൾ മാറുമ്പോൾ ഇതിനിടയിൽ നവോമിയെപ്പോലെ പ്രതീക്ഷ കൈവിടാതെ എല്ലാം പോയാലും ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന പ്രതീക്ഷ, അത് കണ്ട് കുറേ രൂത്തുമാരും നമ്മെ കണ്ട് പുറത്തിറങ്ങട്ടെ. അവരും ബോവസിൻ്റെ വയലുകളിൽ എത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ
ഇന്ന് ഈ വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ അവസരങ്ങളെ കൊടുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളവരായവർ തീരട്ടെ. എല്ലാ സമൂഹങ്ങളും ദൈവസഭകളും ശരിയായ ദൈവിക ബന്ധത്തിലേക്ക് വരാത്ത ഈ കാലത്ത് പോലും ഉണർവിന് വേണ്ടി നിൽക്കാൻ നവോമിയെ പോലെ പ്രതീക്ഷ കൈവിടാതെ, രൂത്തിനെ പോലെ തീരുമാനശേഷിയോടെ ഒക്കെ നിൽക്കുന്ന ഒരു പുതിയ കൂട്ടം ജീസസ് എവരിഡേയിലൂടെ പുറത്തു വരട്ടെ. ഞങ്ങളെ, എന്നെ അതിനായി സമർപ്പിക്കുന്നു. പ്രതീക്ഷ കൈവിടാതെ വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കുവാൻ, കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ കർത്താവേ ഞങ്ങളെ സമർപ്പിക്കും. കേൾക്കുന്നവർക്കെല്ലാം പ്രതീക്ഷകൾ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. വലിയ പ്രതീക്ഷകളുള്ളവരായി വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കാം. കർത്താവിൻ്റെ മക്കളെന്ന പദവിയിൽ മുന്നോട്ട് കുതിക്കാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് നമുക്ക് കാണണം. ഇന്ന് വ്യാഴാഴ്ച രാവിലെ 10:30 പ്രൈസ് ജനറേഷനിൽ വെച്ചുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. സ്പെഷ്യൽ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വരിക. ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലെസ് യു. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീളത്താൽ വീണ്ടെടുത്തു. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീളത്താൽ വീണ്ടെടുത്തു. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണം ജയിച്ചവനാ. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനാ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാട് നീ യോഗ്യൻ, യോഗ്യൻ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾ യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാട് നീയോ നിത്യമാ നിത്യ